ഇന്ത്യയുടെ മേൽ ചുമത്തിയ തീരുവ പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ട് നയതന്ത്ര വിദഗ്ധനും ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ എഡ്വേർഡ് പ്രൈസ് വിഷയത്തിൽ യുഎസ് മാപ്പ് പറയണമെന്നും യുഎസ്, റഷ്യ, ചൈന എന്നിവരുമായുള്ള ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിടുക്കുകാട്ടിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 21ാം നൂറ്റാണ്ടിനെ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് വളരെ നിർണായക പങ്കുണ്ടെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയായ ANI-യോട് പറഞ്ഞു. 21ാം നൂറ്റാണ്ടിൽ നിർണായക പങ്ക് വഹിക്കാൻ പോകുന്നത് ഇന്ത്യയാണ്. ചൈനയുമായും റഷ്യയുമായും ഏറ്റുമുട്ടുന്ന സമയത്ത് എന്തിനാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ 50% തീരുവ ചുമത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. ഇന്ത്യയുടെ മേലുള്ള 50% തീരുവ ഒഴിവാക്കണം, 0% കുറയ്ക്കണമെന്നാണ് അഭിപ്രായം. ഇന്ത്യയോട് മാപ്പു പറയണം, എഡ്വേർഡ് പ്രൈസ് കൂട്ടിച്ചേർത്തു. ചൈനയിലെത്തിയ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ വിരലടയാളം മായ്ച്ചുകളഞ്ഞ സഹായികളായ ഉദ്യോഗസ്ഥർ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് കിം ഇരുന്നിരുന്ന കസേരയിലെയും സ്പർശിച്ച് ഡെസ്കിലെയും വിരലടയാളങ്ങൾ ഉദ്യോഗസ്ഥർ എത്തി മായ്ച്ചുകളഞ്ഞത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ബുധനാഴ്ചയായിരുന്നു സംഭവം. കിം ഇരുന്ന കസേരയുടെ പിൻഭാഗവും കൈകളും, ട്രെയിൽ വെച്ചിരുന്ന ഗ്ലാസും ടേബിളും അതിനോട് ചേർന്ന വസ്തുക്കളും സൂക്ഷ്മമായി ഉദ്യോഗസ്ഥർ തുടച്ചിരുന്നു. എല്ലാവിധ DNA വിവരങ്ങളും ഇല്ലാതാക്കുന്നതിനാണ് വിരലടയാളങ്ങൾ നീക്കം ചെയ്തതെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ചൈന നടത്തിയ ഏറ്റവും വലിയ സൈനിക പരേഡിൽ പങ്കെടുക്കാനാണ് കിമ്മും പുടിനും ചൈനയിലെത്തിയത്. നേരത്തെ അലാസ്ക സന്ദർശനത്തിനെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മൂത്രവും മലവും ശേഖരിച്ച് റഷ്യയിലേക്ക് കൊണ്ടുപോയത് വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഗാസയിൽ 113 പലസ്തീനികൾ കൊലപ്പെടുത്തിയതായി റിപ്പോർട്ട്. ഇതിൽ സഹായം തേടിയെത്തിയ 33 പേരും ഉൾപ്പെടും. സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ചിരുന്ന അൽ മവാസിയിൽ വെള്ളത്തിനായി റോഡിലിറങ്ങിയ ഒട്ടേറെ കുട്ടികൾ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. 10 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ ഗാസ നഗരത്തിൽ നിന്ന് ബലപ്രയോഗത്തിലൂടെ ഒഴിപ്പിക്കാൻ നീക്കം നടക്കുന്നതിനാൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം ഗാസയിൽ പട്ടിണി മരണവും തുടരുകയാണ്. കഴിഞ്ഞ ദിവസവും കൊടും പട്ടിണി മൂലം 6 പലസ്തീനികൾ മരണത്തിന് കീഴടങ്ങി. ഇതിനിടെയാണ് ഇസ്രായേൽ സേന കരവ്യോമ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. 2 വർഷത്തിനിടെ ഗാസയിൽ 21,000 കുട്ടികളെങ്കിലും വികലാംഗരാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് UN റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കാലയളവിൽ ഏകദേശം 45,000-ത്തിലധികം കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും അവരിൽ പകുതിയിലധികം പേരും വികലാംഗരാണെന്നും UN വികലാംഗരുടെ അവകാശങ്ങൾക്കായുള്ള കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു. ബെയ്ജിംഗിൽ നടന്ന സൈനിക പരേഡിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചും മനുഷ്യന്റെ ദീർഘായുസ്സിനെക്കുറിച്ചും സംസാരിച്ചു എന്ന് റിപ്പോർട്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ 80ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പരേഡിൽ പങ്കെടുക്കാൻ ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിനൊപ്പം ഇരു നേതാക്കളും എത്തിയപ്പോഴാണ് ഇത്തരമൊരു സംസാരം നടന്നത്. ഇരു നേതാക്കളുടെയും സ്വകാര്യ സംഭാഷണം അറിയാതെ ഓണായിരുന്ന മൈക്ക് വഴിയാണ് പുറത്തുവന്നത്. ബെയ്ജിംഗിലെ ടിയാനൻമെൻ സ്ക്വയറിൽ നടന്ന സൈനിക പരേഡിനായി നടന്നുവരുവേ ഇരുവരുടെയും സ്വകാര്യ സംഭാഷണം മൈക്ക് പിടിച്ചെടുക്കുകയായിരുന്നു. പണ്ടൊക്കെ പറയുമായിരുന്നു 70 വയസ്സിനപ്പുറത്ത് മനുഷ്യർ അപൂർവമായി മാത്രമേ ജീവിക്കൂവെന്ന്. പക്ഷേ ഇന്ന് 70കളിലും പലരും കുട്ടിയാണ് എന്ന് ഷീ ജിൻപിങ് പറഞ്ഞു. അതെ, കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ബയോടെക്നോളജിയുടെ വികാസം കൊണ്ട് മനുഷ്യ അവയവങ്ങൾ നിരന്തരം മാറ്റിവെക്കാൻ സാധിച്ചേക്കാം. കൂടുതൽ ജീവിക്കുമ്പോൾ കൂടുതൽ യുവത്വം ലഭിച്ചേക്കാം. ആ നിലയിൽ മരണമില്ലാതെ ജീവിക്കാനും സാധിച്ചേക്കാമെന്ന് പുടിനും പറഞ്ഞു. ഈ നൂറ്റാണ്ടിൽ തന്നെ മനുഷ്യർക്ക് 150 വയസ്സുവരെ ജീവിക്കാൻ കഴിയുമെന്നാണ് ചിലരുടെ പ്രവചനമെന്നാണ് ഷീ ജിൻപിങ് പറഞ്ഞത്. പുടിനും ഷീ ജിൻപിങ്ങിനൊപ്പം നടന്നിരുന്ന ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിത് ശ്രദ്ധിക്കുകയും ചിരിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ ഇവരുടെ സംഭാഷണം കൃത്യമായി കേട്ടിരുന്നു എന്ന് വ്യക്തമല്ല. അതേസമയം റഷ്യൻ സർക്കാരോ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയമോ ഈ ചർച്ച സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല. ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ ചൈനീസ് സന്ദർശനത്തിനിടെ ഒപ്പമെത്തിയത് മകളാണ്. കിമ്മിന്റെ മകൾ കിം ജു എ ആണ് ചൈനയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത്. ഇതോടെ കിമ്മിന്റെ പിൻഗാമിയായി മകൾ എത്തുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി. കൗമാരക്കാരിയായ മകൾ കിമ്മിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. ഇത് കിമ്മിന്റെ മകൾ 13കാരി കിം ജു എ ആണെന്ന് ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ഉത്തര കൊറിയൻ തലസ്ഥാനമായ പ്യോങ്യാങ്ങിൽ നിന്നും ട്രെയിനിലാണ് ചൈനീസ് തലസ്ഥാനമായ ബെയ്ജിംഗിലേക്ക് കിം ജോങ് ഉന്നെത്തിയത്. പിന്നാലെ മകൾ നടന്നുപോകുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. ആദ്യമായാണ് കിമ്മിന്റെ മകൾ വിദേശത്ത് നടക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. 2022-ൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ വിക്ഷേപണത്തിനിടെ കിം ജോങ് ഉന്നിനൊപ്പം മകൾ കിം ജു എയും പൊതുമധ്യത്തിലെത്തിയിരുന്നു.
ഈ വർഷം മെയ് മാസത്തിൽ റഷ്യൻ എംബാസിയുടെ പരിപാടിയിൽ നയതന്ത്ര പ്രതിനിധിയായി കിം ജു എ എത്തിയിരുന്നു. ജൂൺ 13-ന് ഇസ്രായേൽ സൈനികാക്രമണം ആരംഭിക്കുന്നതിനു മുൻപ് ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം ആയുധ നിർമ്മാണത്തിനുള്ള നിലവാരത്തിലേക്ക് വർദ്ധിപ്പിച്ചതായി UN റിപ്പോർട്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതി അംഗരാജ്യങ്ങൾക്ക് വിതരണം ചെയ്ത രഹസ്യ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. വിയന്ന ആസ്പദമായുള്ള രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ജൂൺ 13 വരെ ഇറാനിൽ 440.9 കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ചത് 60% വരെയാണ്. ഇത് മെയ് മാസത്തിലെ AIEAയുടെ അവസാന റിപ്പോർട്ടിനേക്കാൾ 32.3 കിലോഗ്രാം വർധനവാണ് കാണിക്കുന്നത്. അന്ന് ഇറാൻ രഹസ്യമായി കടത്തിയ യുറേനിയം 90% സമ്പുഷ്ടീകരണം നടത്തി അണുബോംബ് നിർമ്മിക്കാനാവുന്നതിന് വളരെ അടുത്താണെന്നും റിപ്പോർട്ടിലുണ്ട്. AIEAയുടെ കണക്കിനനുസരിച്ച് 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ഏകദേശം 42.5 കിലോഗ്രാം 90% കൂടി സമ്പുഷ്ടീകരണം നടത്തിയാൽ അണുബോംബ് നിർമ്മിക്കാൻ പര്യാപ്തമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രയേലിന്റെയും US-ന്റെയും ബോംബാക്രമണത്തിൽ തകർന്ന ആണവ പ്ലാന്റുകളിൽ പരിശോധന പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇറാനും AIEAയും കരാറിലെത്തിയിട്ടില്ല എന്നും രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നു. ജൂൺ 22-ന് US ഇറാന്റെ ആണവ പ്ലാന്റുകളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വർഷിച്ചത്. യുദ്ധത്തിനു ശേഷം പരിശോധിച്ച ഒരേയൊരു സ്ഥലം റഷ്യൻ സാങ്കേതിക സഹായത്തോട് പ്രവർത്തിക്കുന്ന ബുഷെഹർ ആണവ നിലയം മാത്രമാണ്. ഓഗസ്റ്റ് 27, 28 തീയതികളിൽ പ്ലാന്റിൽ ഇന്ധനം മാറ്റി സ്ഥാപിക്കുന്നത് AIEA വിദഗ്ധർ നിരീക്ഷിച്ചിരുന്നു. ആണവായുധ നിർവ്യാപന ഉടമ്പടി പ്രകാരം AIEAയുമായി സഹകരിക്കാൻ ഇറാൻ നിയമപരമായി ബാധ്യസ്ഥനാണ്. യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിരാശയുണ്ടെന്ന് റിപ്പോർട്ട്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ അലാസ്ക ഉച്ചകോടിക്ക് ശേഷവും സംഘർഷാവസ്ഥയ്ക്ക് കുറവില്ലെന്ന് ട്രംപ് പറഞ്ഞു. റഷ്യ യുക്രൈനെതിരെ ആരംഭിച്ച പോരാട്ടം നിർത്താൻ കഴിയാത്തതിൽ ട്രംപിന് നിരാശയുണ്ടെന്നും വ്യാഴാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വോളഡിമിർ സെലൻസ്കിയുമായി ട്രംപ് ഫോണിൽ സംസാരിക്കുമെന്നും വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതിനിടെ റഷ്യയുമായി സമാധാന കരാർ ഉണ്ടായിക്കഴിഞ്ഞാൽ യുക്രൈന് സുരക്ഷാ പിന്തുണ നൽകുന്നതിനുള്ള ഏറ്റവും പുതിയ ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി 30 രാജ്യങ്ങളുടെ ഒരു വെർച്വൽ മീറ്റിംഗ് ഫ്രാൻസ് ആതിഥേയത്വം വഹിച്ചിരുന്നു. ചർച്ചകൾക്ക് റഷ്യ തയ്യാറാകാത്തതിനെ യൂറോപ്യൻ നേതാക്കൾ യോഗത്തിൽ അപലപിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ 500-ലധികം ഡ്രോണുകളും ഡസൻ കണക്കിന് മിസൈലുകളുമാണ് റഷ്യ വർഷിച്ചത്. ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു, യുക്രൈൻ വ്യോമസേന അറിയിച്ചു. ഇരു രാജ്യങ്ങൾക്കും ഇടയ്ക്ക് സമാധാന ശ്രമം നടപ്പിലാക്കാൻ US ശ്രമം വിജയിക്കാതെ വന്നതോടെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈൻ അനുകൂലമായി രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ റഷ്യൻ ആക്രമണം. കഴിഞ്ഞ രാത്രിയിലെ ആക്രമണത്തിൽ റഷ്യ 502 ഡ്രോണുകളും 24 മിസൈലുകളുമാണ് വിക്ഷേപിച്ചത് എന്ന് യുക്രൈൻ വ്യോമസേന ടെലഗ്രാം പോസ്റ്റിലൂടെ അറിയിച്ചു. ഇതിൽ 430 ഡ്രോണുകളും 21 മിസൈലുകളും തകർത്തെന്നും 14 സ്ഥലങ്ങളിലായി 69 ഡ്രോണുകളും 3 മിസൈലുകളും വീണതായി യുക്രൈൻ വ്യോമസേന അറിയിച്ചു. ഇതിനിടെ യുക്രൈന് പിന്തുണയുമായി ബോൾട്ടിക് നോർഡിക് രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഡെൻമാർക്ക് തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ സംഗമിക്കാൻ നീക്കം നടത്തുന്നുണ്ട്. ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലൻഡ്, ഐസ്ലൻഡ്, ലാറ്റ്വിയ, ലിത്വേനിയ, നോർവേ, സ്വീഡൻ രാജ്യങ്ങളുടെ നേതാക്കൾ യുക്രൈന്റെ ഭാവി സംബന്ധിച്ച് പ്രസിഡന്റ് സെലൻസ്കിയുമായി ചർച്ച നടത്തും. ബ്രിട്ടീഷ്, ഫ്രഞ്ച് നേതാക്കളായ കിയർ സ്റ്റാർമറുമായി ഓൺലൈനിലും സെലൻസ്കി ചർച്ച നടത്തും. ബാറ്ററി മാലിന്യങ്ങളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും നിർണായക ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്നതിനും ഇറക്കുമതി ആശ്രയത്വം കുറയ്ക്കുന്നതിനുമായി 1500 കോടി രൂപയുടെ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 6 വർഷത്തിനുള്ളിൽ 70,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും 8,000 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിലൂടെ ഇലക്ട്രിക് മൊബിലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് വേണ്ട നിർണായക ധാതുക്കൾക്കായി ആഭ്യന്തര ശേഷി ശക്തിപ്പെടുത്തുന്നതിനും വിതരണ ശൃംഖല നിർമ്മിക്കുന്നതിനും ലക്ഷ്യമിടുന്നു. ഈ വർഷം ആദ്യം ചൈന ചില അപൂർവ ധാതുക്കളുടെ വിതരണം നിർത്തിവെച്ചതോടെ ഇന്ത്യയിലെ തന്ത്രപ്രധാന മേഖലകളിൽ പല തടസ്സങ്ങളും നേരിട്ടു. ഇലക്ട്രോണിക്സ്, പുനരുപയോഗ ഊർജം, വൈദ്യുത മൊബിലിറ്റി എന്നിവയ്ക്ക് സുപ്രധാനമായ ധാതുക്കൾക്കായി ഒരൊറ്റ സ്രോതസ്സിനെ അമിതമായി ആശ്രയിക്കുന്നതിന്റെ അപകട സാധ്യതകളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു ചൈനീസ് നിയന്ത്രണം. ഇത് മറികടക്കാനാണ് ഇപ്പോഴത്തെ സർക്കാർ നീക്കം. 2031 സാമ്പത്തിക വർഷം വരെ 6 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണ് ഈ പദ്ധതി. കൂടാതെ വിതരണ ശൃംഖലയിൽ ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഒരു ആഭ്യന്തര പുനരുപയോഗ സംവിധാനം കൊണ്ടുവരാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തലസ്ഥാനമായ ലിസ്ബിലെ ഫ്യൂണിക്കുലർ ട്രാം പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ 15 പേർ മരിച്ചു. അപകടത്തിൽ 18 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എലവാഡോർ ഡാ ഗ്ലോറിയ എന്നറിയപ്പെടുന്ന ട്രാമാണ് അപകടത്തിൽപ്പെട്ടത്. തിരക്കേറിയ പ്രാസാദ് ദോസ് റെസ്റ്റോറന്റുകൾക്ക് സമീപമാണ് അപകടം നടന്നത്. വിദേശ പൗരന്മാരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ട്രാം ഓടുന്ന ട്രാക്കിൽ തകർന്നു കിടക്കുന്നതായാണ് രക്ഷാപ്രവർത്തകർ കണ്ടത്. ട്രാം പാളം തെറ്റിയാണ് അപകടമുണ്ടായതെന്നാണ് നിഗമനം. പാളം തെറ്റാനുള്ള കാരണം വ്യക്തമല്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു.
ലിസ്ബണിൽ 1885 തുറന്നതാണ് ഫ്യൂണിക്കുലർ ട്രാം സർവീസ്. തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നതിനിടയിൽ നെഞ്ചിനുള്ളിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കാൻ ശ്രമം നടത്താൻ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. കാട്ടാക്കട കിള്ളി സ്വദേശിയായ എസ് സുമയ്യയുടെ നെഞ്ചിലാണ് ഗൈഡ് വയർ കുടുങ്ങിയത്. 2023 മാർച്ച് 22-ന് ജനറൽ ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. ഇന്നലെ സുമയ്യ മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരായിരുന്നു. മെഡിക്കൽ രേഖകൾ പരിശോധിച്ച ശേഷം ബോർഡ് അംഗങ്ങൾ നടത്തിയ ചർച്ചയിലാണ് ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ള സാധ്യത തേടാൻ തീരുമാനിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമായി സുമയ്യ ചികിത്സ തേടിയിരുന്നു. ഏപ്രിലിൽ എക്സ്റേ എടുത്തപ്പോഴാണ് ഗൈഡ് വയർ കുടുങ്ങിക്കിടക്കുന്നതായി സ്ഥിരീകരിച്ചത്. വിവാദമായതിനു പിന്നാലെ ആരോഗ്യവകുപ്പ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചു. ഗൈഡ് വയർ കുടുങ്ങിയ വിവരം അറിഞ്ഞ ജനറൽ ആശുപത്രി അധികൃതർ ഏപ്രിലിൽ സുമയ്യയെ ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലേക്ക് റെഫർ ചെയ്തിരുന്നു. 2.5 വർഷം കഴിഞ്ഞതിനാൽ ഗൈഡ് വയർ പുറത്തെടുക്കാൻ സാധിക്കില്ലെന്നായിരുന്നു ശ്രീചിത്രയിൽ നിന്നുള്ള മറുപടി. ഗൈഡ് വയർ രക്തക്കുഴലുകളിൽ ഒട്ടിച്ചേർന്നിട്ടുണ്ടാകാമെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. അതേസമയം ഒരിക്കൽ കൂടി CT സ്കാൻ ചെയ്തും ആവശ്യമെങ്കിൽ ആൻജിയോഗ്രാം നടത്തിയും സാധ്യത പൂർണ്ണമായി വിലയിരുത്താനാണ് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം. രക്തക്കുഴലുകളെ ബാധിക്കാതെ ഗൈഡ് വയർ എടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ചില ഡോക്ടർമാർ പങ്കുവച്ചു. പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ കൃത്യമായി പറയാനാകൂ. മെഡിക്കൽ കോളേജിലെ വിദഗ്ധർക്കു പുറമെ ശ്രീചിത്രയിലെ ഡോക്ടർമാരെയും ദൗത്യവുമായി സഹകരിപ്പിക്കും. ഗൈഡ് വയർ കുടുങ്ങിയ വിവരം മനസ്സിലാക്കിയ ഡോക്ടർ അപ്പോൾ തന്നെ വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ജനറൽ ആശുപത്രിയിൽ വെച്ച് തന്നെ അത് പുറത്തെടുക്കാമായിരുന്നു എന്ന് ബോർഡ് വിലയിരുത്തി. ഇത് പല ആശുപത്രികളിലും സംഭവിക്കാറുണ്ടെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. തമിഴ്നാട്ടിലെത്തിയ 100 കോടി രൂപയുടെ കുള്ളപ്പണം കേരളത്തിലേക്ക് കടത്തിയതെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധന ശക്തമാക്കി. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിൽ 2 ആഴ്ച പരിശോധന നടക്കുന്നതിനിടയിലാണ് ഇന്നലെ മലപ്പുറം വേങ്ങരയിൽ കേരള പോലീസ് പിടികൂടിയ 1 കോടി രൂപയുടെ കുള്ളപ്പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കേന്ദ്ര ഏജൻസികളും അന്വേഷണം തുടങ്ങിയത്. സ്കൂട്ടറിൽ റോഡ് വഴി കടത്താൻ ശ്രമിച്ച പണമാണ് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിടിച്ചെടുത്തത്. മെയ്യിലും 1.91 കോടി രൂപയുടെ കുള്ളപ്പണം മലപ്പുറം പോലീസ് പിടികൂടിയിരുന്നു. ഏപ്രിലിൽ കൊല്ലം പുനലൂരിൽ റെയിൽവേ പോലീസ് പിടികൂടിയ 34 ലക്ഷം രൂപയുടെ ഉറവിടം തമിഴ്നാടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലേക്ക് വൻതോതിൽ കുള്ളപ്പണം എത്തിക്കാൻ ശ്രമിക്കുന്നതായി സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളുടെ ഇന്റലിജൻസ് വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കി. ഹൈവേകൾ കേന്ദ്രീകരിച്ച് റോഡ് വഴി കുള്ളപ്പണം കൈമാറ്റം ചെയ്യാൻ തുടങ്ങിയതോടെ പൊട്ടിക്കൽ സംഘങ്ങളും സജീവമാണ്. റോഡ് വഴിയുള്ള കുള്ളപ്പണം നീക്കവും അത് കവരാനുള്ള ക്രിമിനൽ സംഘങ്ങളുടെ ശ്രമവും തടയാൻ ഇനിയുള്ള ദിവസങ്ങളിൽ ദേശീയപാതകളിൽ കേന്ദ്ര ഏജൻസികളും കേരള പോലീസും നിരീക്ഷണം ശക്തമാക്കും. അടിമാലി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലിയിൽ മൺചട്ടിയുമായി ഭിക്ഷയാചിക്കാൻ ഇറങ്ങിയ വയോധികമാരിൽ അടിമാലി പൊളിഞ്ഞ പാലം താണിക്കുഴിയിലെ അന്നക്കുട്ടി അഥവാ അന്ന ഔസേബ് 88 അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നാണ് അന്ത്യം. 2023 നവംബർ 7-നാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ 200 ഏക്കറിൽ മില്ലിംഗ്പടി പൊന്നെടുത്തുപാറയിൽ മറിയക്കുട്ടി ക്യാക്കോയും അന്നക്കുട്ടിയും പ്രതിഷേധിച്ചത്. സർക്കാരിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയ പരസ്യ ബോർഡ് കഴുത്തിൽ തൂക്കി മൺചട്ടിയുമായി ഭിക്ഷയാചിച്ചായിരുന്നു പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധം ശക്തമായതോടെ പിന്തുണയ്ക്കായി വിവിധ പാർട്ടികളെത്തി. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇരുവർക്കും പെൻഷൻ ലഭ്യമാക്കാൻ നടപടിയുണ്ടായി. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അന്നക്കുട്ടിയുടെ വീട്ടിൽ നേരിട്ടെത്തി സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. സുരേഷ് ഗോപി MPയും ഇരുവരെയും സന്ദർശിച്ചിരുന്നു. അന്നക്കുട്ടിയുടെ സംസ്കാരം ഇന്ന് 2-ന് അടിമാലി സെന്റ് ജോർജ് ജാക്കോബായ സുറിയാനി കത്തീഡ്രൽ. ഭർത്താവ് പരേതനായ ഔസപ്പ്, മക്കൾ പരേതരായ ഗ്രേസി, സൂസൻ, നൈനാൻ. അങ്കണവാടികളെയും പ്രൈമറി സ്കൂളുകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വനിതാ ശിശുവികസന മന്ത്രാലയം പുറത്തിറക്കി. വിദ്യാഭ്യാസത്തിനൊപ്പം രക്ഷിതാതൃ അധ്യാപക ഇടപെടലിലൂടെ ബാല്യകാല പരിചരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പരിഷ്കാരം. രാജ്യത്ത് 14 ലക്ഷം അങ്കണവാടികളുണ്ട്. ഇവയിൽ 2.9 ലക്ഷം സ്കൂളിനുള്ളിലോ സ്കൂൾ പരിസരത്തോ ആണ് പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവയെ കൂടി സ്കൂളിന്റെ ഭാഗമാക്കുന്നതിനുള്ള ഏകീകൃത ചട്ടക്കൂടാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. കുട്ടികൾ നിർദ്ദിഷ്ട പ്രായത്തിൽ 1-ാം ക്ലാസ്സിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് കേന്ദ്രം കണക്കുകൂട്ടുന്നത്. സ്ഥലവും സൗകര്യങ്ങളുമുള്ള സ്കൂളുകളിലേക്ക് അങ്കണവാടികൾ മാറ്റി സ്ഥാപിക്കണം. സ്കൂളുകളിൽ സ്ഥലപരിമിതി ഉണ്ടെങ്കിൽ സമീപത്തെ അങ്കണവാടികൾ സ്കൂളിന്റെ സഹസ്ഥാപനമായി പ്രവർത്തിക്കണം എന്നിങ്ങനെ 2 മാതൃകകളാണ് കേന്ദ്രം നിർദ്ദേശിക്കുന്നത്.
അങ്കണവാടി ജീവനക്കാരും സ്കൂൾ അധ്യാപകരും തമ്മിൽ മാസത്തിലൊരിക്കൽ ഏകോപന യോഗങ്ങൾ, സംയുക്ത പരിപാടികൾ, പ്രവേശനോത്സവം, രക്ഷിതാർത്ര അധ്യാപക യോഗങ്ങൾ, ഏകീകൃത പ്രവർത്തന കലണ്ടറുകൾ എന്നിവ നടപ്പിലാക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. 5 ഗ്രാമത്തിന് സമീപം പൂട്ടിക്കിടന്ന വീട്ടിനുള്ളിൽ 5 വയസ്സുകാരനെ തലയ്ക്കടിയേറ്റ് മരിച്ച നിലയിലും 1.5 വയസ്സുള്ള അർദ്ധ സഹോദരനെ സമീപത്ത് അബോധാവസ്ഥയിലും കണ്ടെത്തി. കുമാരപുരം തോപ്പൂർ സ്വദേശി സുന്ദരലിംഗം സെൽവി ദമ്പതികളുടെ മകൻ അഭിനവാണ് മരിച്ചത്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഈ ദമ്പതികൾ വേർപിരിഞ്ഞ ശേഷം നാട്ടുകാരനായ സെൽവമദന്റെ ഒപ്പമാണ് സെൽവി താമസിച്ചിരുന്നത്. ഈ ബന്ധത്തിൽ ജനിച്ച 1.5 വയസ്സുള്ളാരനാണ് അബോധാവസ്ഥയിലുള്ളത്. സെൽവമദൻ ഒളിവിലാണ്. കഴിഞ്ഞ മാസം 2-ന് സെൽവിയെ കാണാതായെന്ന സെൽവമദൻ 5 ഗ്രാമം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനുശേഷം കുട്ടികളെ സംരക്ഷിച്ചിരുന്നത് സെൽവമദനാണ്. 31-നാണ് ഇയാൾ കാണാതാവുന്നത്. പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്ന് ദുർഗന്ധമുയർന്നതോടെ അയൽക്കാർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി വാതിൽ തകർത്തു നോക്കിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. അബോധാവസ്ഥയിലുള്ള കൂട്ടിച്ചികിത്സയിലാണ്. 3 ദിവസം ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തതാണ് കുഞ്ഞിന്റെ ആരോഗ്യം ഗുരുതരാവസ്ഥയിലാക്കിയതെന്ന് കരുതുന്നു. ഡിവൈഎസ്പി ജയചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. 5 ഗ്രാമത്തിന് സമീപം പൂട്ടിക്കിടന്ന വീട്ടിനുള്ളിൽ 5 വയസ്സുകാരനെ തലയ്ക്ക് അടിയേറ്റ് മരിച്ച നിലയിലും 1.5 വയസ്സുള്ള അർദ്ധ സഹോദരനെ സമീപത്ത് അബോധാവസ്ഥയിലും കണ്ടെത്തി. കുമാരപുരം തോപ്പൂർ സ്വദേശി സുന്ദരലിംഗം സെൽവി ദമ്പതികളുടെ മകൻ അഭിനവാണ് മരിച്ചത്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് ഈ ദമ്പതികൾ വേർപിരിഞ്ഞ ശേഷം നാട്ടുകാരനായ സെൽവമദന്റെ ഒപ്പമാണ് സെൽവി താമസിച്ചിരുന്നത്. ഈ ബന്ധത്തിൽ ജനിച്ച 1.5 വയസ്സുകാരനാണ് അബോധാവസ്ഥയിലുള്ളത്. സെൽവമദൻ ഒളിവിലാണ്. കഴിഞ്ഞ മാസം 2-ന് സെൽവിയെ കാണാതായെന്ന സെൽവമദൻ 5 ഗ്രാമം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനുശേഷം കുട്ടികളെ സംരക്ഷിച്ചിരുന്നത് സെൽവമദനാണ്. 31-നാണ് ഇയാൾ കാണാതാവുന്നത്. പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്ന് ദുർഗന്ധമുയർന്നതോടെ അയൽക്കാർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തി വാതിൽ തകർത്തു നോക്കിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. അബോധാവസ്ഥയിലുള്ള കൂട്ടിച്ചികിത്സയിലാണ്. 3 ദിവസം ഭക്ഷണവും വെള്ളവും ലഭിക്കാത്തതാണ് കുഞ്ഞിന്റെ ആരോഗ്യം ഗുരുതരാവസ്ഥയിലാക്കിയതെന്ന് കരുതുന്നു. ഡിവൈഎസ്പി ജയചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഉന്നമയുടായി ഇസ്രയേൽ പുതിയ ചാര ഉപഗ്രഹം വിക്ഷേപിച്ചു. ഇതോടെ പശ്ചിമേഷ്യയിലെ രഹസ്യ നിരീക്ഷണം ശക്തമാകുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ് പറഞ്ഞു. ഞങ്ങളുടെ ശത്രുക്കൾ എവിടെയാണെങ്കിലും അവർക്കെല്ലാമുള്ള താക്കീതാണിത്. ഞങ്ങളുടെ കണ്ണെപ്പോഴും ഉണ്ടാകും, കട്സ് പറഞ്ഞു. ഒഫെക് 19 ചൊവ്വാഴ്ചയാണ് വിക്ഷേപിച്ചത്. ഗാസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാൻ പുറമെ ലെബനൻ, സിറിയ, യമൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളാണ് ഇസ്രയേലിന്റെ നിരന്തര നിരീക്ഷണത്തിലുള്ളത്. അതേസമയം ഇസ്രയേൽ നഗരമായ ഡിമോണിക്ക് സമീപം ഷിമോൺ പെരേസ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിൽ നടന്നുവരുന്ന വൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇസ്രയേലിന്റെ അണായുധ പദ്ധതിയുടെ ഭാഗമാണെന്ന് ആണവ നിരീക്ഷകരായ വിദഗ്ധർ പറഞ്ഞു. ഉപഗ്രഹ ദൃശ്യങ്ങൾ വിശകലനം ചെയ്തതിനു ശേഷമാണ് പുതിയ റിയാക്ടറിന്റെ നിർമ്മാണമാണ് നടക്കുന്നതെന്ന് കാലിഫോർണിയ മിഡിൽബറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലെ വിദഗ്ധർ വിലയിരുത്തി. ജെറുസലേമിൽ നിന്ന് 90 കിലോമീറ്റർ അകലെയാണ് ഡിമോണ. പുതിയ റിയാക്ടറിനായുള്ള സമുച്ചയത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി വൻതോതിൽ ഭൂമി തുരക്കലും മണ്ണെടുക്കും നടക്കുന്നതാണ് ഉപഗ്രഹ ദൃശ്യങ്ങളിലുള്ളത്. ഡിമോണയിൽ രാജ്യാന്തര നിരീക്ഷണത്തിന് ഇസ്രയേൽ ഇതേവരെ അനുമതി നൽകിയിട്ടില്ല. അണായുധം നിർമ്മിക്കുന്നുവെന്ന് ആരോപിച്ച് ജൂണിൽ ഇറാനിന്റെ ആണവ നിലയങ്ങൾ യുഎസും ഇസ്രയേലും ബോംബിട്ട് തകർത്തിരുന്നു. തെക്കൻ ലബനോണിലെ ഇസ്രയേൽ അതിർത്തിയിൽ UN സമാധാന സേനയ്ക്ക് നേരെ ഇസ്രയേൽ ഡ്രോണുകൾ ഗ്രനേഡ് ആക്രമണം നടത്തി. 4 ഗ്രനേഡുകളാണ് സൈനികരുടെ തൊട്ടടുത്ത് വീണത്. ആർക്കും പരിക്കില്ല. ലെബനോണിൽ 5 ദശാബ്ദമായി തുടരുന്ന UN സേനയുടെ സേവനം അടുത്ത വർഷം അവസാനിപ്പിക്കാൻ കഴിഞ്ഞ ആഴ്ച UN രക്ഷാസഭ തീരുമാനിച്ചു. യുഎസിന്റെയും ഇസ്രയേലിന്റെയും സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്. 3 മാസങ്ങൾക്ക് മുൻപ് കുളത്തിൽ മുങ്ങിക്കുളിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് മസ്തിഷ്ക ജ്വരം ഉണ്ടാകുകയും അതിനെ തുടർന്ന് ബോധക്ഷയവും ഇടതുവശം തളരുകയും ചെയ്തു. തുടർന്ന് കുട്ടിയെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ നടത്തിയ പരിശോധനയിൽ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൽ അമീബയുടെ സാന്നിധ്യം കണ്ടെത്തി. ഉടൻ തന്നെ സംസ്ഥാന പ്രോട്ടോകോൾ പ്രകാരമുള്ള അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സ ആരംഭിച്ചതോടെ തളർച്ചയ്ക്കും ബോധക്ഷയത്തിനും മാറ്റമുണ്ടായി. എങ്കിലും കാഴ്ച മങ്ങുകയും തലച്ചോറിനകത്ത് സമ്മർദ്ദം കൂടുകയും പഴുപ്പ് കെട്ടുകയും ചെയ്തതിനെ തുടർന്ന് കുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മെഡിക്കൽ കോളേജിൽ കുട്ടിയെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കി. MRI സ്കാനിങ്ങിൽ തലച്ചോറിൽ പലയിടത്തായി പഴുപ്പ് കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ന്യൂറോ സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി പഴുപ്പ് നീക്കം ചെയ്തു. ആദ്യഘട്ട ചികിത്സയ്ക്ക് ശേഷം രോഗം വീണ്ടും മൂർച്ഛിച്ചതിനെ തുടർന്ന് വീണ്ടും ശസ്ത്രക്രിയ വേണ്ടിവന്നു. രണ്ടാമത്തെ ശസ്ത്രക്രിയയിൽ നീക്കം ചെയ്ത പഴുപ്പ് പരിശോധിച്ചപ്പോൾ ആസ്പെർജില്ലസ് ഫ്ലാവസ് എന്ന ഫംഗസിന്റെ സാന്നിധ്യം കൂടി കണ്ടെത്തി. തുടർന്ന് മരുന്നുകളിൽ മാറ്റം വരുത്തി വിദഗ്ധ ചികിത്സ തുടർന്നു. 1.5 മാസത്തോളം നീണ്ട ഈ തീവ്ര ചികിത്സയെ തുടർന്ന് രോഗം പൂർണ്ണമായും ഭേദമായി. രോഗം ഭേദമായതോടെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു. 3 മാസത്തെ കഠിനമായ പ്രയത്നത്തിനൊടുവിൽ കുട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി.
സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേതും ഈ വർഷത്തെയുമായി ആകെ 86 അമീബിക് മസ്തിഷ്കജ്വരം കേസുകളാണുള്ളത്. അതിൽ 21 മരണങ്ങളാണ് ഉണ്ടായത്. ലോകത്ത് 99% മരണനിരക്കുള്ള രോഗത്തിന് കേരളത്തിലെ നിരക്ക് 24%. വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ സർവൈവൽ റേറ്റ് കുറവാണ്. കേരളത്തിൽ കേസുകൾ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുകയും പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാലാണ് മരണനിരക്ക് കുറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ കുട്ടിയെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാക്കി. MRI സ്കാനിങ്ങിൽ തലച്ചോറിൽ പലയിടത്തായി പഴുപ്പ് കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ന്യൂറോ സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി പഴുപ്പ് നീക്കം ചെയ്തു. ആദ്യഘട്ട ചികിത്സയ്ക്ക് ശേഷം രോഗം വീണ്ടും മൂർച്ഛിച്ചതിനെ തുടർന്ന് വീണ്ടും ശസ്ത്രക്രിയ വേണ്ടിവന്നു. രണ്ടാമത്തെ ശസ്ത്രക്രിയയിൽ നീക്കം ചെയ്ത പഴുപ്പ് പരിശോധിച്ചപ്പോൾ ആസ്പെർജില്ലസ് ഫ്ലാവസ് എന്ന ഫംഗസിന്റെ സാന്നിധ്യം കൂടി കണ്ടെത്തി. തുടർന്ന് മരുന്നുകളിൽ മാറ്റം വരുത്തി വിദഗ്ധ ചികിത്സ തുടർന്നു. 1.5 മാസത്തോളം നീണ്ട ഈ തീവ്ര ചികിത്സയെ തുടർന്ന് രോഗം പൂർണ്ണമായും ഭേദമായി. രോഗം ഭേദമായതോടെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തു. 3 മാസത്തെ കഠിനമായ പ്രയത്നത്തിനൊടുവിൽ കുട്ടി പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി. ശബരിമല യുവതീ പ്രവേശനം സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെന്നും അതിൽ പ്രതികരിക്കാനില്ലെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ ആ വിഷയത്തിൽ ഒരു ചർച്ചയിലും നിലവിലില്ലെന്നും മന്ത്രി പറഞ്ഞു. നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ പിൻവലിച്ചിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്ന കേസുകൾ കോടതിയുടെ അനുമതിയോടെ മാത്രമേ പിൻവലിക്കാൻ കഴിയൂ എന്നും സർക്കാരിനതിൽ പിടിവാശിയില്ലെന്നും മന്ത്രി പറഞ്ഞു. അയ്യപ്പ സംഗമം ശബരിമല വികസനം ലക്ഷ്യമിട്ടാണെന്നും രാഷ്ട്രീയമായും വിഭാഗീയമായും അതിനെ കാണേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. സംഗമം നടക്കുന്നത് പമ്പയിലാണ്, ശബരിമലയിലല്ല. ശബരിമല മാസ്റ്റർ പ്ലാൻ, വിമാനത്താവള വികസനം തുടങ്ങിയവയാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ഉൾപ്പെടുത്തി നടക്കുന്ന സംഗമത്തിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചതനുസരിച്ചാണ് ദേവസ്വം മന്ത്രി എന്ന നിലയിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ പോയതെന്ന് മന്ത്രി പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലെ ഓണമാഘോഷ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു മടങ്ങിയ ഉദ്യോഗസ്ഥൻ വീട്ടിൽ കുഴഞ്ഞു വീണ് മരിച്ചു. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ 16 ചിറയിൽ സതീഷ് ചന്ദ്രനാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെ ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കോട്ടയം പോലീസ് സ്റ്റേഷനിലെ ഓണമാഘോഷ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു മടങ്ങിയ ഉദ്യോഗസ്ഥൻ വീട്ടിൽ കുഴഞ്ഞു വീണു മരിച്ചു. കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ 16 ചിറയിൽ സതീഷ് ചന്ദ്രനാണ് മരിച്ചത്. രാത്രി 10 മണിയോടെ ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുകയും കുഴഞ്ഞു വീഴുകയുമായിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാണത്തിന് 7 കോടി രൂപ നൽകിയെങ്കിലും 40% ലാഭമെന്ന വാഗ്ദാനം പാലിച്ചില്ല എന്ന് കാട്ടി അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ ഹമീദ് നൽകിയ പരാതിയിലാണ് സൗബിനും പിതാവ് ബാബു ഷാഹിർ, സഹനിർമ്മാതാവ് ഷോൺ ആന്റണി എന്നിവർക്കെതിരെ കോടതി നിർദ്ദേശപ്രകാരം മരട് പോലീസ് കേസെടുത്തത്. മുടക്കുമുതൽ പോലും മടക്കി നൽകിയില്ലെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സൗബിൻ കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണം തുടരാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാണത്തിന് 7 കോടി രൂപ നൽകിയെങ്കിലും 40% ലാഭമെന്ന വാഗ്ദാനം പാലിച്ചില്ല എന്ന് കാട്ടി അരൂർ സ്വദേശി സിറാജ് വലിയ വീട്ടിൽ ഹമീദ് നൽകിയ പരാതിയിലാണ് സൗബിനും പിതാവ് ബാബു ഷാഹിർ, സഹനിർമ്മാതാവ് ഷോൺ ആന്റണി എന്നിവർക്കെതിരെ കോടതി നിർദ്ദേശപ്രകാരം മരട് പോലീസ് കേസെടുത്തത്. മുടക്കുമുതൽ പോലും മടക്കി നൽകിയില്ലെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സൗബിൻ കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണം തുടരാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. പാലക്കാട് പി സരിനെതിരെ പരാതി ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ യുവതി രാഗ രഞ്ജനിയോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ആവശ്യപ്പെട്ട് ഭാര്യ സൗമ്യ സരിൻ ഇങ്ങനെയൊരു മോശം അനുഭവം ഉണ്ടായ സ്ഥിതിക്ക് നിയമപരമായി തന്നെ മുന്നോട്ടു പോകണമെന്നും അതിന് ചേച്ചിയുടെ കൂടെ ഉണ്ടാകുമെന്നാണ് സൗമ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ചേച്ചി ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി എത്രയും വേഗം ഒരു പരാതി സരിനെതിരെ കൊടുക്കണം. അവരന്വേഷിക്കട്ടെ. ഞാൻ സെപ്റ്റംബർ 6 ഷാർജയിലേക്ക് തിരിച്ചു പോകും. 2 ദിവസം കൂടി നാട്ടിലുണ്ട്. പരാതി കൊടുക്കാൻ എന്തെങ്കിലും സഹായം തന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാൻ മടിക്കരുത്. ഷാർജയിലേക്ക് പോയാലും അവിടെ ഇരുന്നും തന്നെ പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നുവെന്നും സൗമ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ട് ചേച്ചി ഇത്രകാലം മിണ്ടാതിരുന്നത് മോശമായി പോയെന്ന് പറഞ്ഞാണ് സൗമ്യ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത്. കുറഞ്ഞത് സരിൻ പാർട്ടി മാറിയ സമയത്തെങ്കിലും ചേച്ചിക്ക് ഇത് തുറന്നു പറയാമായിരുന്നു. ചേച്ചിയുടെ പാർട്ടിയിലെ ഒരു യുവ നേതാവ് വളരെ മോശപ്പെട്ട ഒരു ലൈംഗികാരോപണ കേസിൽ കുടുങ്ങിയപ്പോഴെങ്കിലും സരിന്റെ യഥാർത്ഥ മുഖം ചേച്ചിക്ക് തുറന്നു കാണിക്കാമായിരുന്നു എന്ന് പരിഹാസരൂപേണയുള്ള പോസ്റ്റിൽ സൗമ്യ പറയുന്നു. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എസ് അരുൺകുമാർ നട തുറന്ന് ശ്രീകോവിലിൽ ദീപം തെളിച്ചു. ശേഷം 18ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നു. 100 കണക്കിന് ഭക്തരാണ് ഭസ്മാഭിഷിക്തനായ ഭഗവാനെ തൊഴാൻ കാത്തുനിന്നത്. ഉത്രാടം ദിനമായ നാളെ രാവിലെ 5 മണിക്ക് ദർശനത്തിനായി നട തുറക്കും. ഓണത്തോടനുബന്ധിച്ച് ഉത്രാടം, ത്രിവോണം, അവിട്ടം നാളുകളിൽ സന്നിധാനത്ത് അയ്യപ്പ ഭക്തർക്ക് ഓണസദ്യ ഉണ്ടാകും. മേൽശാന്തിയുടെ വകയാണ് ഉത്രാട സദ്യ. ത്രിവോണ നാളിൽ ദേവസ്വം ജീവനക്കാരാണ് സദ്യ നടത്തുന്നത്. അവിട്ടം നാളിൽ സന്നിധാനത്ത് ഡ്യൂട്ടി നോക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വകയാണ് സദ്യ.
ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾ പൂർത്തിയാക്കി ചതയ ദിനത്തിൽ ശബരിമല നട അടയ്ക്കും. അന്ന് രാത്രി 9:50 മുതൽ ചന്ദ്രഗ്രഹണം ആരംഭിക്കുന്നതിനാൽ രാത്രി 8:50 ഹരിവരാസനം പാടി 9 മണിക്കാകും നട അടയ്ക്കുന്നത്. താന്ത്രിക നിർദ്ദേശപ്രകാരമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഓണവാരാഘോഷത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തി തമിഴ് നടൻ രവി മോഹൻ. ജയം രവി. ഒരാൾ 2 തവണ മുഖ്യമന്ത്രിയാകണമെങ്കിൽ നല്ല രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, നല്ല വ്യക്തി കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി നല്ല ആരോഗ്യത്തോടെ മുന്നോട്ടു പോകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു. ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു ജയം രവി. രവിമോഹന്റെ സിനിമകളെ ഹൃദയത്തോട് ചേർത്തുവെച്ചവരാണ് മലയാളികൾ എന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അഭിപ്രായങ്ങളെയും ആശയങ്ങളെയും അംഗീകരിക്കാനും വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഇടമാണ് ബേസിൽ പറഞ്ഞു. ഏതൊരു ആപത്ഘട്ടത്തിലും ഒരുമയോടെ പ്രവർത്തിക്കുന്ന മലയാളിയുടെ ഒത്തുചേരലിന്റെ ആഘോഷമായ ഓണം സിനിമയിലെ ഇടവേള പോലെയാണെന്ന് ബേസിൽ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് മന്ത്രി വി ശിവൻകുട്ടിയും മുഖ്യാതിഥികൾക്കും ജയം രവിക്കും ബേസിൽ ജോസഫും മന്ത്രി PA മുഹമ്മദ് റിയാസും ഓണക്കോടി സമ്മാനിച്ചു. ചടങ്ങിൽ മന്ത്രി GR അനിൽ, AA റഹീം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. രാഹുൽ മാങ്കൂട്ടം MLAക്കെതിരെ കോൺഗ്രസ് നടപടി സ്വീകരിക്കാത്തതിലും പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ അവഗണനയിലും പ്രതിഷേധിച്ചാണ് രാജിയെന്നാണ് സന്ധ്യയുടെ വിശദീകരണം. ലൈംഗികാരോപണങ്ങൾക്ക് ശേഷം ദിവസങ്ങൾ നീണ്ട മൗനത്തിനൊടുവിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടം രാഷ്ട്രീയ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച സംഭവത്തിലായിരുന്നു 10 ദിവസത്തിന് ശേഷം രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. 5% നികുതി. നിത്യോപയോഗ സാധനങ്ങൾ 2500 രൂപ വരെ വിലയുള്ള വസ്ത്രങ്ങൾ, ഗ്ലൂക്കോമീറ്റർ, കണ്ണാടി, സോളാർ പാനലുകൾ എന്നിവ ഈ സ്ലാബിൽ വരും. 18% നികുതി. TV, സിമന്റ്, മാർബിൾ, ഗ്രാനൈറ്റ്, ഓട്ടോ പാർട്സ്, 3 ചക്ര വാഹനങ്ങൾ, രാസവളം, കീടനാശിനികൾ എന്നിവയ്ക്ക് 18% നികുതിയായിരിക്കും. 350 cc താഴെയുള്ള ചെറിയ കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും നികുതി 28 നിന്ന് 18% കുറയും. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ലഭിക്കാത്തതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു കടുത്ത അതൃപ്തിയുണ്ടെന്ന് US സ്ട്രാറ്റജിക് അഫയേഴ്സ് വിദഗ്ധൻ ആഷ്ലി ജെ ടെല്ലിസ് പറഞ്ഞു. ഒരു ദേശീയ മാധ്യമത്തിനു നൽകിയ അഭിമുഖത്തിലായിരുന്നു ആഷിയുടെ പ്രതികരണം. താൻ വഞ്ചിക്കപ്പെട്ടെന്ന തോന്നൽ ട്രംപിനുണ്ട്. US-ന്റെ താക്കീത് പരിഗണിക്കാതെ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതും ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചതിനുള്ള ക്രെഡിറ്റ് ലഭിക്കാത്തതും ട്രംപിനു താൻ വഞ്ചിക്കപ്പെട്ടെന്ന തോന്നലുണ്ടാക്കാൻ ഇടയാക്കിയതായും ആഷി പറഞ്ഞു. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം താൻ പരിഹരിച്ചെന്നും അതിനുള്ള അംഗീകാരം തനിക്ക് ലഭിക്കാത്തതിൽ താൻ വഞ്ചിക്കപ്പെട്ടെന്ന് ട്രംപ് കരുതുന്നുണ്ടെന്നുമാണ് ഞാൻ കരുതുന്നത്. സംഭവത്തിൽ US-ന് ക്രെഡിറ്റ് നൽകാതെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയതായും ഞാൻ സംശയിക്കുന്നു, ആഷ്ലി ജെ ടെല്ലിസ് പറഞ്ഞു. ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച് ജർമ്മനി. വിദേശകാര്യമന്ത്രി S ജയശങ്കറും ജർമ്മൻ വിദേശകാര്യമന്ത്രി ജൊഹാൻ വഡഫുളും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പ്രഖ്യാപനം. ഇന്ത്യയ്ക്കും ജർമ്മനിക്കുമിടയിലെ വ്യാപാരം ഇരട്ടിയാക്കും. ജർമ്മൻ കമ്പനികൾക്ക് ഇന്ത്യയിൽ പ്രത്യേക പരിഗണന നൽകുമെന്നും S ജയശങ്കർ പറഞ്ഞു. സഹകരണത്തിലൂടെ വിഷയങ്ങൾ പരിഹരിക്കണം. ലോകം സാമ്പത്തിക അനിശ്ചിതാവസ്ഥ നേരിടുകയാണ്. ഇന്ത്യയിലെ 1000 സ്കൂളുകളിൽ ജർമ്മൻ പഠിക്കാൻ സൗകര്യമൊരുക്കും. ലോകത്തെ മാറ്റങ്ങൾ ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നും ജയശങ്കർ പറഞ്ഞു. കോഴിക്കോട് കൂരാൻചുണ്ട് ടൂറിസം മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിലുള്ള കരിയാത്തുംപാറ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ഉപയോഗിച്ച വെടിയുണ്ട കണ്ടെത്തി. ബുധനാഴ്ച രാവിലെ 9-ന് ടൂറിസ്റ്റ് കേന്ദ്ര ജീവനക്കാരാണ് വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഗേറ്റിന് സമീപത്ത് വെടിയുണ്ട കണ്ടത്. കൂരാൻചുണ്ട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പോലീസ് കസ്റ്റഡിയിലെടുത്ത വെടിയുണ്ട വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കും. മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖല കൂടിയായതിനാൽ സംഭവത്തെ പോലീസ് ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. പ്രസവിക്കാൻ നല്ല ആശുപത്രിയില്ലാത്തതിനാൽ നാട്ടിലെ സ്ത്രീകൾ ബുദ്ധിമുട്ടുകയാണെന്ന് പറഞ്ഞ വനിതാ മാധ്യമ പ്രവർത്തകയെ അധിക്ഷേപിച്ച് കോൺഗ്രസ് MLA. കർണാടകയിലെ മുതിർന്ന നേതാവും ഉത്തര കന്നഡയിലെ ഹലിയാൽ MLAയുമായ RV ദേശ്പാണ്ഡെയാണ് വാർത്താസമ്മേളനത്തിനിടെ അധിക്ഷേപ പരാമർശം നടത്തിയത്. ജോയ്ഡയിൽ അടിയന്തരമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വേണം. അതില്ലാത്തതിനാൽ ഗർഭിണികൾ കഷ്ടപ്പെടുകയാണെന്നായിരുന്നു മാധ്യമപ്രവർത്തക MLAയോട് പറഞ്ഞത്. നിങ്ങൾക്ക് പ്രസവിക്കാനുള്ള സംവിധാനം വേറെ ഏർപ്പെടുത്തി തരാമെന്നാണ് അശ്ലീല ചിരിയോടെ MLAയുടെ മറുപടി. ദേശ്പാണ്ഡെയുടെ മോശം പരാമർശത്തിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ രംഗത്തെത്തി. സ്റ്റേഷനിന്റെ മുകളിൽ CCTV ദൃശ്യങ്ങളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി മർദ്ദിച്ചിരുന്നുവെന്ന് സുജിത് പറയുന്നു. മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുകയും പോലീസിനെ ഉപദ്രവിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന വ്യാജ FIR ഉണ്ടാക്കി സുജിത്തിനെ ജയിലിലടയ്ക്കാനായിരുന്നു പോലീസ് നീക്കം. എന്നാൽ വൈദ്യപരിശോധനയിൽ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയതോടെ ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി സുജിത്തിന് ജാമ്യം അനുവദിച്ചു. മർദ്ദനത്തിൽ സുജിത്തിന്റെ ചെവിക്ക് കേൾവി തകരാറ് സംഭവിച്ചുവെന്നും കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ സുജിത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. എന്നാൽ ഈ പരാതിയിൽ കേസെടുക്കാനോ നടപടി സ്വീകരിക്കാനോ പോലീസ് തയ്യാറായില്ല. സുജിത്തിനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ ക്രമസമാധാന ചുമതലയിൽ തുടർന്നു. ഇതിനെതിരെ സുജിത്ത് കോടതിയെ സമീപിച്ചു.
തുടർന്ന് തെളിവുകൾ പരിശോധിച്ച കുന്നംകുളം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ നേരിട്ട് കേസെടുത്തു. തന്നെ മർദ്ദിച്ചതിന്റെ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായി പോലീസിൽ അന്നത്തെ ദിവസത്തെ CCTV ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ പോലീസ് പല കാരണങ്ങൾ പറഞ്ഞ് ദൃശ്യം നൽകുന്നത് തടഞ്ഞുവെച്ചു. തുടർന്ന് സുജിത്ത് വിവരാവകാശ നിയമപ്രകാരം CCTV ദൃശ്യം ആവശ്യപ്പെട്ടെങ്കിലും പോലീസ് നൽകിയില്ല. സുജിത്ത് നൽകിയ അപ്പീൽ അപേക്ഷയിൽ പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ നൽകാൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. തുടർന്നും പോലീസ് അലംഭാവം പുലർത്തിയതോടെ വിവരാവകാശ കമ്മീഷൻ പോലീസിനെയും സുജിത്തിനെയും നേരിട്ട് വിളിച്ചു വരുത്തി വാദങ്ങൾ കേട്ട ശേഷം CCTV ദൃശ്യങ്ങൾ നൽകാൻ കർശന നിർദ്ദേശം നൽകി. നിലവിൽ കോടതി സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നേരിട്ടെടുത്ത കേസിൽ വിചാരണ നടക്കുകയാണ്. ഇതിനിടെയാണ് CCTV ദൃശ്യം പുറത്താകുന്നത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കുട്രിക് MLA സുജിത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചുവെന്ന് രാഹുൽ ആരോപിച്ചു. നീണ്ട 2 വർഷത്തെ പോരാട്ടത്തിന്റെ ഭാഗമായി ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നതുമെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കുട്രിക്കിന്റെ പ്രതികരണം. 10 ദിവസത്തിനു ശേഷമാണ് രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അടൂരിലെ വീട്ടിലാണ് രാഹുൽ ഇപ്പോഴും തുടരുന്നത്. രാഹുൽ മാങ്കുട്രിക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം: പ്രസ്ഥാനത്തിനും ഈ നാട്ടിനും വേണ്ടി നിരവധി യൂത്ത് കോൺഗ്രസുകാരാണ് ഇക്കാലയളവിൽ പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്കിരയായത്. അതിലേറ്റവും ക്രൂരമായ അനുഭവമാണ് സുജിത്ത് നേരിടേണ്ടി വന്നത്. സുജിത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു. നീണ്ട 2 വർഷത്തെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നത്.